ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ഒന്നും ആയിട്ടല്ല, ചെറിയൊരു പ്രൊപ്പഗേഷൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനത്തെ വീഡിയോകൾ ഇടാറില്ല. അപ്പോൾ ഇത്തവണ ഞാൻ പൊതുവേ ഇടാറില്ല. അപ്പോൾ ഞാൻ കരുതി ഇത്തവണ ഞാൻ ചെയ്യുന്നതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളിതിൽ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നൊരു പ്ലാന്റും കൂടി ഉണ്ട്, ഈ ഒരു മദർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ റെഡ് പനാമില്ലേ, അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. പക്ഷേ ഇതിന് കളറ് കുറവാണ്, ന്യൂ ലീഫ് വരുന്നത് മാത്രമേ കളറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു മദർ പ്ലാന്റ് ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇതൊരു തവണ ഇതുപോലെ മഴയത്ത് ഇരുന്ന് അഴുകിയപ്പോൾ ഒരു കഷ്ണം എനിക്ക് ചീച്ചിട്ട് വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കട കണ്ടോ, ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്കതിൽ ഒരു പ്ലാന്റ് കണ്ടോ. നമ്മൾ കട്ട് ചെയ്യണേന് മദർ പ്ലാന്റുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ പ്ലാന്റ് വരും. ഈ പ്ലാന്റ് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇനി ഇത് ഇവിടെ കണ്ടോ, ഒരു കുഞ്ഞു ഷൂട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത പ്ലാന്റ് അന്ന് എനിക്ക് പോട്ടി മിക്സ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് തന്നെയാണ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് റൂട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പുതിയ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പറിച്ച് നോക്കാമെന്ന് കരുതി. ഇവിടെ പുഴുവിൻ്റെ ശല്യം ഇപ്പോൾ കൂടുതലാണ്, അതുകൊണ്ടാണ് ലീഫ് പകുതി കാലിയേക്കണം. അപ്പോൾ ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അന്ന് ഇതിനൊപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ പറിക്കുകയാണ്. എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേറെ ആരുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ട റൂട്ട് കണ്ടില്ലേ, ഈ ഒരു കഷ്ണമാണ് ഞാൻ ഇതിങ്ങനെ കണ്ടോ, ഇതിന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ്. അത് ഞാൻ അന്ന് കട്ട് ചെയ്ത് വെച്ച് എനിക്ക് റൂട്ട് വന്നു. പുതിയ ലീഫുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് സാഫോ ഒന്നും ഞാൻ തേച്ചിട്ടില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അന്ന് നട്ട സാധാരണ പോട്ടി മിക്സ് ഉള്ള കരിക്കട്ടയും കല്ലും കട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതേപോലുള്ളൊരു മദർ പ്ലാന്റാണ് ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്യാനെടുത്തപ്പോൾ ഈ ഒരു പോട്ടിലായിരുന്നു കേട്ടോ ഈ പ്ലാന്റ്. ഇപ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്നെടുത്ത് വലിയൊരു പോട്ടിലേക്ക് വെച്ചതാണ്. കാരണം അടിയിൽ നിന്ന് ബേബി ഷൂട്ട്സ് 2 വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയ പോട്ടിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ബേബി ഷൂട്ട്സ് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരാൻ കരുതിയിട്ട്, കാരണം ഈ കുഞ്ഞു പൊടിലായിരുന്നപ്പോൾ പുറത്തേക്കായിട്ട് നിൽക്കണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് വലിയ പൊടിൽ വെച്ചു. അപ്പോൾ ഇനി അത് വളരുമോ എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഞാനത് വലിയ പൊടിൽ വെച്ചിട്ടുണ്ട്. ഇനി വളരുമ്പോൾ ഞാൻ ഇത് പുറത്തേക്ക് ഇതിൻ്റെ ബേബി ഷൂട്ട്സ് വന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അന്നേരം നമുക്കിത് ഈ ഒരു മദറിനെ നമുക്ക് കട്ട് ചെയ്യാം. അതായത് കണ്ടോ, നല്ല സ്ട്രോങ് കടിയായിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് സൈഡിൽ നിന്ന് പ്ലാന്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്പോൾ അന്നേരം ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ബേബി ഷൂട്ട്സ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഒരു വീഡിയോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.